എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ, അതായത് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്വിമ്മിംഗ് പൂൾ, ഇൻഡെക്സ് എന്ന കമ്പനീൻ്റെ ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിലൊന്ന് കാണിക്കാമെന്നുള്ള ആൾക്കാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ഇവർ കമ്പനി പറയണത് ഇതിൻ്റെ വ്യാസം എന്ന് പറഞ്ഞത് ഏകദേശം 1.5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഉയരം 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു 5 വയസ്സ് വരെയുള്ള ഒരു 6 മാക്സിമം 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെ എഴുതിയാൽ തന്നെ 2 വയസ്സിൻ്റെ മേപ്പെട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 വയസ്സിൻ്റെ കുട്ടികൾക്കുള്ളതാണ്. വെള്ളം ഫുള്ളാക്കി കഴിഞ്ഞാൽ അത്ര സേഫ് അല്ല. ഒരു 3-3.5 വയസ്സായ കുട്ടികൾക്കാണ് ഇത് ഒരു സേഫായിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ്. ഏകദേശം ഇതിൽ അത്യാവശ്യം കാറ്റ് നിറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കാറ്റ് നിറച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ലൈക്കും കമൻറ്റൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ വില എല്ലാവർക്കും ഇപ്പോൾ ഇനി അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വിലയെ കാരണം. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3 റിയാലാണ്. ഒമാനിന്നാണ് ഇത് വാങ്ങിയത്. ഇവിടുത്തെ വില 3 റിയാലാണ് വില. ഇതിപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്കിപ്പോൾ തോട്ടിലേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു സമയമാണ്. അല്ലെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഒമാനിലായതുകൊണ്ട് ഇവിടുന്ന് അല്ലെങ്കിലും അങ്ങനൊരു സംഭവമില്ല. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇത് വലിയൊരു ഉപയോഗം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഈ കുട്ടികളൊന്നും ഇതുവരെ എന്താ പറയുക, ഒരു തോട്ടിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ പോകാത്ത കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു വെള്ളം കാണുമ്പോഴുള്ളൊരു പേടിയൊക്കെ ഇത് വന്ന് മാറുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് എല്ലാവർക്കും ഒന്ന് നോക്കിക്കാണാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അതിൻ്റെ ബാക്കി കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അതായത് കുട്ടികൾ ഇതിൽ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണം എന്നുള്ളതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഈ ചാനലിലല്ല മറ്റൊരു ചാനലിലാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം.